ഹലോ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ക്രൈസിസ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. ക്രൈസിസ് മാനേജ്മെന്റ്. പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ വരും, പ്രൊഫഷണൽ ലൈഫിൽ വരും. ഇപ്പം നമ്മുടെ കമ്പനി, ഫേം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏത് മേഖലയിലും എല്ലായിടത്തും വരുന്ന ഒരു സാധനമാണ് ക്രൈസിസ് എന്നുള്ളത്. ഈ ക്രൈസിസിനെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്രൈസിസ് വന്നാൽ പിന്നെ അതിനെ മാനേജ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യണം അല്ലേ. പിന്നെ സ്വാഭാവികമായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ റെസ്പോണ്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഇന്ന് റീകവർ ചെയ്യാൻ പറ്റും. പക്ഷേ വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ക്രൈസിസ് വരുന്നതിന് മുമ്പേ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും, അത് വരാതിരിക്കാനുള്ള. അപ്പോൾ ഈ ഒരു സ്കില്ലാണ് നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓരോ വ്യക്തിയെയും ഇത് സ്വാധീനിക്കാം, അല്ലെങ്കിൽ സംഘടനയെ സ്വാധീനിക്കാം, സൊസൈറ്റിയെയും സ്വാധീനിക്കാം. അപ്പോൾ ഈ 3 തലത്തിലുള്ള ക്രൈസിസുകളെയും എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഒരു സ്കില്ലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ക്രൈസിസിന്റെ വ്യത്യസ്ത ടൈപ്സ് നോക്കാം. അപ്പോൾ ഒന്ന് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഇത് നമ്മുടെ കയ്യിലല്ല. ഉദാഹരണം എർത്ത്, അതുപോലെ ഫ്ലഡ്, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. അതുപോലെ കൊടുങ്കാറ്റുകൾ, ഇത് ഭൂകമ്പം, ഈ ഒരു സംഗതി നമ്മുടെ കയ്യിലല്ല. പക്ഷെ ഇതൊക്കെ നാച്ചുറലി ഉണ്ടാകാവുന്ന ചില ഡിസാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ക്രൈസിസ് വന്നാൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. മറ്റൊന്നാണ് ഫൈനാൻഷ്യൽ ക്രൈസിസ്. ഇപ്പോൾ കടം വരിക, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ കമ്പനി തകരുക, ഇതൊക്കെ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ ഒന്നാണ്. ഇപ്പൊ നമുക്ക് എന്താ പറയാ, പിന്നെ സാമ്പത്തികമായിട്ട് കുറെ ആവശ്യങ്ങളുണ്ട്, പക്ഷെ അതിനൊന്നുള്ള ക്യാഷ് ഇല്ലാതിരിക്കുക, അതൊക്കെ നമ്മുടെ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ പെട്ടതാണ്. മറ്റൊന്നാണ് റെപ്യൂട്ടേഷൻ ക്രൈസിസ്. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഫെയിം വളരെ നെഗറ്റീവായിട്ട് പരന്നു എന്നുള്ളതാണ്. നമ്മളെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ, ഗോസിപ്പുകളൊക്കെ പരന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു ക്രൈസിസ് ആണ് അതൊക്കെ. അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഇമേജിനെ ബാധിക്കുന്ന ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ബ്രാൻഡിനെ ബാധിക്കണ കുറച്ച്, അതൊക്കെ റെപ്യൂട്ടേഷൻ. ബ്രാൻഡ്, അല്ലെങ്കിൽ വ്യക്തി, അല്ലെങ്കിൽ സൊസൈറ്റിയെ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ, അല്ലെങ്കിൽ സ്ഥാപനത്തെ ബാധിക്കുന്ന പിന്നെ എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരന്നു. അതൊക്കെ നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ക്രൈസിസ് ആണ്. മറ്റൊന്നാണ് ടെക്നോളജിക്കൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്നുള്ളത്. അതായത് നമ്മളെ പിന്നെ സൈബർ സിസ്റ്റത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഉദാഹരണം സൈബർ സെക്യൂരിറ്റി ബ്രീച്ചസ്, നമ്മുടെ ഡാറ്റ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റൈറ്റിനെ ബാധിക്കുന്ന മറ്റു കാര്യങ്ങൾ. പിന്നെ ഇതിനൊക്കെ പറയുമ്പോഴാണ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് പറഞ്ഞാൽ പാൻഡമിക്കുകൾ, ഇങ്ങനെ പകർച്ചവ്യാധികൾ, ഇതൊക്കെ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ്. മറ്റേ ടെക്നോളജിക്കൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനെ ബാധിക്കണം, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിനെ ബാധിക്കണം, നമ്മുടെ ഡാറ്റ ബ്രീച്ച് ചെയ്യപ്പെടുക, ഇതൊക്കെ പെട്ടതാണ് പിന്നെ എന്താണ് ടെക്നോളജിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 5 ഏരിയകളിലാണ് ക്രൈസിസ് വരുന്നത്. ഒന്ന് നാച്ചുറൽ, മറ്റൊന്ന് ഫൈനാൻഷ്യൽ, മറ്റൊന്ന് റെപ്യൂട്ടേഷണൽ, ഒന്ന് ടെക്നോളജിക്കൽ, ഒന്ന് ഹ്യൂമാനിറ്റേറിയൻ, മാനുഷികമായിട്ടുള്ള ചില ക്രൈസിസുകൾ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരാവുന്ന ചില ക്രൈസിസുകളാണ്. അപ്പൊ അതിനൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം. അതിൽ പ്രധാനമായിട്ട് 2 തിയറികളാണ് പറയുന്നത്. ഒന്ന് 3 സ്റ്റേജ് മോഡൽ എന്നുള്ളതാണ്. ഫസ്റ്റത്തെ തിയറി എന്ന് പറയുന്നത് പ്രിവെൻഷൻ, റെസ്പോൺസ്, റിക്കവറി. പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ബെസ്റ്റ് സ്ട്രാറ്റജി. ഈ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പേ നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യുക. വന്നതിന് ശേഷം ചെയ്യുന്നതിനേക്കാളും നല്ലത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ്. അപ്പോൾ ഈ റിസ്ക് എന്തൊക്കെ ക്രൈസിസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം തന്നെ അത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ ചെയ്തു വെക്കുക. രണ്ടാമത്തത് റെസ്പോൺസ് എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നാൽ അതിനെ നമുക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അതിന് പ്രശ്നം വന്നാൽ ഉടനെ റെസ്പോൺസ് ചെയ്യുക. കാരണം ഇങ്ങനെ കുറെ ലാഗ് ആക്കരുത്. ലാഗ് ആക്കിയാലേ ആ പ്രശ്നം കൂടെ ചെയ്യുള്ളൂ. മൂന്നാമത്തത് ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് എങ്ങനെ കയറാം, അതാണ് റീകവറി എന്ന് പറയുന്നത്. റീകവറി. അപ്പൊ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് കയറാനുള്ള മാർഗ്ഗമാണ് റീകവറി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് പ്രിവെൻഷൻ ആണ്, രണ്ടാമത്തത് റെസ്പോൺസ് ആണ്, മൂന്നാമത്താണ് റീകവറി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു മോഡൽ ഉണ്ട്, പിന്നെ സിറ്റുവേഷണൽ ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ തിയറി എന്നതിനെ പറ്റി പറയാം. പറഞ്ഞാൽ ടൈലറിങ് കമ്മ്യൂണിക്കേഷൻ ടു പ്രൊട്ടക്ട് റെപ്യൂട്ടേഷൻ. നമ്മളെ റെപ്യൂട്ടേഷൻ നമ്മൾ എന്താണ് പിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അപ്പൊ എല്ലാവരോടും ഒരേ തരത്തിലാവൂല. മനസ്സിലായോ? വ്യക്തികൾക്ക് അനുസരിച്ചായിരിക്കും നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. അതെന്തിനാ? നമ്മളെ റെപ്യൂട്ടേഷൻ മിസ്സാവാതിരിക്കാൻ. അപ്പോൾ ചില ആളുകളോട് നമ്മൾ ഓവർ കമ്പനി ആവും, ചില ആളുകളോട് കമ്പനി തന്നെ ആവില്ല. കാരണം റെപ്യൂട്ടേഷൻ, ചിലപ്പോൾ കമ്പനിയുടെ ഒരു മാനേജർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിഇഒ ആയിരിക്കും, അല്ലെങ്കിൽ വലിയ പോസ്റ്റുള്ള ആളായിരിക്കും. അപ്പോൾ വല്ലാതെ എന്ത് ചെയ്യൂല, മിങ്കിൾ ആവില്ല. ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ, കാരണം അയാളുടെ റെപ്യൂട്ടേഷൻ മിസ്സാവാതിരിക്കാൻ. അപ്പൊ അതൊരു സിറ്റുവേഷൻ ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ തിയറിയാണ്. പിന്നെ OODA ലൂപ്പ് എന്ന് പറയും. എന്നാൽ റാപ്പിഡ് ഡെസിഷൻ മേക്കിംഗ്, ഒബ്സർവ്, ഓറിയന്റ്, ഡിസൈഡ്, ആക്ട്. എന്നാൽ പെട്ടെന്ന് നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു സാധനമാണ് ഓട എന്ന് പറയുന്നത്. ഓട ലൂപ്പ്. അപ്പൊ എന്നാൽ ഒബ്സർവ്, ഒരു പ്രശ്നം വന്ന ഉടനെ എന്ത് ചെയ്യുക, അത് ഒബ്സർവ് ചെയ്യുക, എന്താണ് സംഭവിച്ചത്. പിന്നെ ഓറിയന്റ് ചെയ്യുക, പറഞ്ഞാൽ ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതിന് ഒരു ഓറിയന്റേഷൻ അവിടെ കാണുക. അതിനുശേഷം ഡിസൈഡ്, എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക, ആക്ട്, ഉടനെ ചെയ്യുക. അതാണ് OODA എന്ന് പറയുന്ന, ഓട എന്ന് പറഞ്ഞ സാധനം. അതൊരു ക്രൈസിസ് മാനേജ്മെന്റ് ഫോർമാറ്റ് ആണ്. മറ്റൊന്നാണ് എന്താ പറയാ, ഫിങ്സിന്റെ ക്രൈസിസ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞ സാധനം. ഒന്ന് പ്രൊഡ്രോമൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസിസ് വരുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ നമുക്ക്. എന്നാൽ ചെറിയൊരു ഇത് വന്നിട്ടുണ്ടാവും, ഉടനെ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാം. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നം വന്നു, കുറച്ച്
നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് അക്യൂട്ട്. ക്രോണിക് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം ആകെ ബാധിച്ചിട്ടുണ്ട്. റെസൊല്യൂഷൻ സ്റ്റേജ് പറഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ പ്രശ്നം വന്ന ഒരു സാധനത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, റെസൊല്യൂഷൻ കണ്ടെത്തിയിട്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ആ ക്രൈസിസിനെ മാനേജ് ചെയ്യുന്നു. അതാണ് ഈ ഒരു ക്രൈസിസ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞ സാധനം. അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് ക്രൈസിസ് മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് സ്റ്റേ പ്രിപ്പയർഡ് എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ തയ്യാറായിരിക്കണം, എന്ത് പ്രശ്നങ്ങളും വരാം. അപ്പൊ എന്ത് പ്രശ്നം വന്നാലും അതിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ലും കോൺഫിഡൻസും എനിക്ക് ഉണ്ട് എന്നുള്ളൊരു ധാരണയിൽ എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കണം. അപ്പൊ നമുക്ക് ഏത് പ്രശ്നങ്ങളെയും നമുക്ക് സിമ്പിൾ ആയിട്ട് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊന്ന് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ആളുകളോട് എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് സംസാരിക്കുക. അപ്പൊ നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ആളുകളോട് നമ്മൾ കൃത്യമായിട്ട് പ്രശ്നം എന്താണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മൂന്നാമത് റിമൈൻ കാം ആൻഡ് ആക്ട് ക്വിക്ലി എന്നുള്ളതാണ്. വളരെ ശാന്തമായിട്ട് റിമൈൻ ചെയ്യുക, ഉടനെ തന്നെ അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ പിന്നെ എന്താ പറയാ, കുറെ നേരം വൈകിയതിനു ശേഷമാണ് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള എന്ത് കിട്ടൂല, അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടൂല. പിന്നെ പറയുന്നത് ഇവാലുവേറ്റ് ആൻഡ് ലേൺ. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് ലേൺ പഠിക്കുകയും ചെയ്യുക. ഇവാലുവേറ്റ് ആൻഡ് ലേൺ. അപ്പോൾ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ ക്രൈസിസിനെ മാനേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവുക. എന്നിട്ട് അടുത്തൊരു മാനേജ്മെന്റിന്റെ സമയത്ത് അല്ലെങ്കിൽ ക്രൈസിസ് മാനേജ് ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നം നമ്മളെ ഭാഗത്തുനിന്ന് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇതിൽ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ ഒന്ന് ക്രൈസിസ് മാനേജ്മെന്റ് എന്നുള്ള പുസ്തകമുണ്ട്. അതേപോലെ ദ ക്രൈസിസ് മാനേജർ എന്നൊരു പുസ്തകം, ലീഡർ ട്രസ്റ്റ് ബൈ സ്റ്റീഫൻ കോവിയുടെ പുസ്തകം തന്നെ വായിക്കുക. അപ്പൊ ഇത് വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ചുരുങ്ങിയത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെങ്കിലും ചെയ്യണം കേട്ടോ, മറക്കരുത്. പിന്നെ ഇതിലുള്ള ടൂൾസ്, ഉപയോഗിക്കാൻ പറ്റിയ ടൂൾസ്, ഒന്ന് സിഗ്നൽ ലാബ്സ്, നല്ല ഒരു പിന്നെ ക്രൈസിസ് മോണിറ്റർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രാക്കിംഗ് ഒരു ടൂളാണിത്. അതേപോലെ ഡാറ്റ മൈനർ എന്ന് പറഞ്ഞ ഈ സാധനം നല്ല ഡിറ്റക്ഷൻ ഏറ്റവും നല്ല ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അതേപോലെ ക്രൈസിസ് ഗോ, ഓൺ സോൾവ്, IBMന്റെ വാട്സൺ AI, അത് പിന്നെ പ്രോബ്ലം സോൾവിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പൊ ഇതെന്ത് ചെയ്യാം, ചുരുങ്ങിയത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ സംഗതി പരിചയപ്പെടുമെങ്കിലും നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോ അതിൽ കാണേണ്ട വീഡിയോസ് എന്ന് പറയുന്നത് ടഫ് ടൈംസ് വാട്ട് മേക്സ് എ ഗ്രേറ്റ് ക്രൈസിസ് ലീഡർ, അതുകൊണ്ട് TEDx ടോക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്റ്റാൻഡേർഡ് സാധനമായിരിക്കും. ഹൗ ടു സ്റ്റേ കാം വെൻ യു നോ യു വിൽ ബി സ്ട്രെസ്ഡ്, കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ എ ക്രൈസിസ്, റെസിലിയൻസ് ഇൻ ടൈം ഓഫ് ക്രൈസിസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും കാണേണ്ട വീഡിയോസ്. ഇനി ഇതിൽ കൊടുക്കേണ്ട പ്രോംപ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ക്രൈസിസ് എന്നുള്ള ഒരു ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ക്രൈസിസ് ഐഡന്റിഫിക്കേഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കോണ്ടെക്സ്റ്റ് കൊടുക്കുക. എന്താണ് ആദ്യം എന്ത് ചെയ്യുക, നല്ലൊരു ക്രൈസിസ് മാനേജർ ആണെന്നുള്ള ഒരു പേഴ്സോണ പ്രോംപ്റ്റ് നമ്മൾ ആദ്യം കൊടുക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ ക്രൈസിസ് എന്നുള്ള ഈ ഒരു പാറ്റേൺ കൊടുക്കുക. അതിൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ക്രൈസിസ് ഐഡന്റിഫിക്കേഷൻ, എന്താണ് നമ്മുടെ കോണ്ടെക്സ്റ്റ്, എന്തെല്ലാം ക്രൈസിസുകൾ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമ്മുടെ പ്രശ്നത്തിനെ കുറിച്ച് ഇവർ മനസ്സിലാക്കും. പിന്നെ നമ്മൾ ചോദിക്കേണ്ടത് റിസ്ക് അസസ്മെന്റ് ആൻഡ് ഇമ്പാക്ട്. ഇതിന്റെ എന്തൊക്കെ റിസ്കുകളാണ് ഇതിൽ ഉണ്ടാവുന്നത്, എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് അതിൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഭാവിയിലും ലോങ് ടൈമിലും ഷോർട്ട് ടൈമിലൊക്കെ ഉണ്ടാകാവുന്ന എല്ലാ ഇമ്പാക്റ്റുകളും നമുക്ക് മനസ്സിലാവും. മൂന്നാമത് ചോദിക്കേണ്ടത് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് പ്ലാൻ. ഇതിന് ഒരു പെട്ടെന്നായിട്ട് കാണാൻ പറ്റുന്ന പരിഹാരം എന്താണെന്നുള്ളത് ചോദിക്കുക. നാലാമത് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു പ്രശ്നത്തിന് ഞാൻ പരിഹാരം കാണാൻ വേണ്ടി എന്റെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയിൽ എന്തൊക്കെ ചെയ്യണം, ആരോടൊക്കെ സംസാരിക്കണം, എന്തൊക്കെ സംസാരിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ പറയാം. അഞ്ചാമത് ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, എങ്ങനെ അതിൽ തീരുമാനം എടുക്കണം എന്നുള്ളതിന് കൃത്യമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗൈഡൻസ് തരാൻ പറയാം. അഞ്ചാമതായിട്ട് ലോങ് ടൈം റീകവറി. കാരണം ഇനി ഒരു പ്രശ്നം വരാൻ പാടില്ല, ലോങ് ടൈമിൽ വരാൻ പാടില്ല, ഷോർട്ട് ടൈമിൽ. ഇപ്പൊ ഒരു പരിഹാരം കണ്ട് പിന്നീട് പ്രശ്നം അങ്ങനെ ആവരുത്. ലോങ് ടൈമിൽ വരെ ഒരു പ്രശ്നമില്ലാതെ ഇത് മുന്നോട്ട് പോകണം. അതിനുള്ള പരിഹാരങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള ഒരു പ്ലാനും അതിനുള്ള മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാൻ പറയാം. അപ്പൊ ഇങ്ങനെയാണ് പ്രോംപ്റ്റാണ് കൊടുക്കുന്നതോട് കൂടി വളരെ കൃത്യമായിട്ട് സുതാര്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ പ്രശ്നത്തിനുള്ള എല്ലാ പരിഹാരവും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫ്രൂട്ട്, ഒരു ഫലം നമുക്ക് കിട്ടുക കേട്ടോ.